തിയേറ്ററിൽ ഇറങ്ങി OTT റിലീസായി ആൾക്കാർ കാണുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് പൊന്മാൻ കണ്ട് നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് ക്യാരക്ടർ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയ ക്യാരക്ടറാണ്. പിന്നെ അതുമല്ല, ചില ഷോട്ടൊക്കെ എടുത്ത് അവസാനം ആ കർത്താവിൻ്റെ നോട്ടം ഭയങ്കര രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പടത്തില് ഭയങ്കര നല്ല സിനിമയാണെങ്കിൽ ഒരു ഷോട്ട് മതി ആൾക്കാർ തിരിച്ചറിയാന്നുള്ളത് ഈ സിനിമ എനിക്ക് മനസ്സിലാക്കി തന്നു. ശരിക്കും ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചൊരു സിനിമയാണ് ജോഷേട്ടൻ്റെ അടുത്ത്. കാരണം സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് ചാൻസ് ചോദിച്ചിട്ട് ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം സിനിമ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നു, കുറച്ച് കുഴപ്പമില്ലാത്ത പൈസയൊക്കെ കിട്ടി. പിന്നെ എനിക്ക് ചാൻസ് ചോദിച്ചിട്ട് പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ തരുമോ എന്നുള്ള ഡൗട്ടായി. ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് അഭിനയിച്ചാൽ ചിലപ്പോൾ പൈസ തരില്ല എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കാൻ മടിയായി. പിന്നെ ഇപ്പൊ എന്റെ കല്യാണത്തിന് തൊട്ട് മുന്നേ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കല്യാണത്തിന് കുറച്ച് പൈസ വേണം. അതിന് മുന്നേയൊക്കെ എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോയിക്കോളും, പടം വരുമ്പം ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷെ കല്യാണം എടുത്തപ്പോൾ പടമില്ല, പൈസ ഇല്ല എന്നുള്ള അവസ്ഥയാണ്. ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള കുറെ സിനിമാക്കാരൊക്കെ വിളിച്ചു, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയണം എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. കാരണം ആവശ്യമാണ് നമ്മളെ ചോദിപ്പിക്കുകയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ ഞാൻ ജോഷേട്ടൻ്റെ അടുത്ത് വിളിച്ചു. അപ്പൊ ജോഷേട്ടൻ പറഞ്ഞത് ഓൾറെഡി ആയി, കൊല്ലത്തുള്ള കുറെ പുതിയ ആൾക്കാരൊക്കെയാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. ബേസിലുണ്ടെന്ന് എനിക്കറിയാം, സാഹചര്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഒരു പ്രതീക്ഷയില്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ച ഒരു ഫോട്ടോ അയച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ എന്തോ ഭാഗ്യത്തിന് കുറച്ച് മുടി വളർത്തി വെക്കുന്ന സമയമായിരുന്നു. ഒരു പണിയിലാണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ വളരുന്ന മുടിയാണ്. അപ്പോൾ അങ്ങനെ വളർന്ന് അപ്പൊ അത് അയച്ചെടുത്തപ്പോ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും കർത്താവിന് കുറച്ച് മുടിയുണ്ട്, അപ്പൊ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ പോയി കഴിഞ്ഞപ്പോ ഈ മുടീന്റെ മുകളിൽ വലിയൊരു മുടി വേറെ വെച്ചു തന്നു. അപ്പൊ പിന്നെ സാനിച്ചേട്ടൻ കണ്ടിട്ടുണ്ട്, ഇത് എന്താ കോലെന്നൊക്കെ ചോദിച്ച അവസാനം സാനിച്ചേട്ടൻ ഇരുന്ന് കേളിയിപ്പിച്ചു. അങ്ങനെയാണ് കർത്താവായിട്ട് അഭിനയിച്ചത്. പക്ഷെ സന്തോഷമുണ്ട്, ആ സിനിമ ഭയങ്കര സക്സസ് ആയി, ആൾക്കാർ തിരിച്ചറിയുന്നു. ആ സിനിമ കാരണം കുറച്ച് സിനിമകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും സിനിമകൾ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ഞാൻ ചാൻസ് ചോദിക്കും. ഇനി ആവശ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും സന്തോഷം. അതല്ല അതായിട്ടില്ല. അല്ല, ആവശ്യം വരുമല്ലോ.